UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് പരിഭ്രാന്തിയെന്ന് മന്ത്രി MP രാജേഷ്. SITയിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ VD സതീശൻ ഇപ്പോൾ മലക്കം മറിഞ്ഞെന്നും മന്ത്രി പാലക്കാട് പ്രതികരിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് വൻ ആഘോഷമായിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്ന് മിനിഞ്ഞാന്നും പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീ VD സതീശൻ്റെ പ്രസ്താവന കണ്ടു. ഇന്നലത്തെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ രാവിലെ ഇറങ്ങിയ പത്രങ്ങളിലും അദ്ദേഹം SITയിലുള്ള വിശ്വാസം രേഖപ്പെടുത്തി. എന്നാൽ മണിക്കൂറുകൾക്കകം മലക്കം മറിഞ്ഞ് SITക്കെതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നതാണ് കണ്ടത്. എന്താണ് ഇതിന് രണ്ടിനും ഇടയിലുണ്ടായ പ്രധാന സംഭവവികാസം? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു UDF കൺവീനറെയും ചോദ്യം ചെയ്യും എന്ന്. ഇപ്പോൾ UDF കൺവീനറെ ചോദ്യം ചെയ്യും എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ആ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തതിൻ്റെ പിന്നാലെയല്ലേ പ്രതിപക്ഷ നേതാവ് SITക്കെതിരായി രംഗത്തെത്തിയത്? മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മലക്കം മറിച്ചൽ. പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ UDF കൺവീനറെ ചോദ്യം ചെയ്യുന്നതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? ഇപ്പോൾ കടകംപള്ളിയെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ വലിയ ആഘോഷമായിരുന്നല്ലോ പ്രതിപക്ഷത്തിന്. ഞങ്ങളാരെങ്കിലും അതിനെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചോ? CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇക്കാര്യത്തിൽ CPIMന് ഒന്നും മറക്കാനില്ല, പൂർണ്ണമായിട്ടും SITയുടെ നടപടികളെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഇരട്ടത്താപ്പ് നോക്കൂ. തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി? എന്തുകൊണ്ടാണ് UDF നേതാവിനെ, UDF കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ SITയെ തന്നെ തള്ളിപ്പറയുന്നത്? ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരഡി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി. പാരഡി പാടിയത് ഇപ്പോൾ കൂട്ട നിലവിളിയായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അതായത് സ്വർണം കട്ട് വിറ്റവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്ന ഒറ്റ ചിത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ UDF കൺവീനറും പത്തനംതിട്ടയിലെ കോൺഗ്രസ് MPയും ഉണ്ട് എന്ന് മാത്രമല്ല ബഹുമാന്യയായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ചാണ് ചിത്രം എന്നതും വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഇതിലെ മുഖ്യപ്രതികൾ രണ്ടുപേരും ഉൾപ്പെട്ടൊരു ചിത്രത്തിൽ കേരളത്തിലെ 2 കോൺഗ്രസ് MPമാർ, അതിലൊരാൾ UDF കൺവീനറുണ്ട്. അവർ എനിക്കോ നിങ്ങൾക്കോ സാധാരണഗതിയിൽ എത്താൻ പറ്റാത്ത അതീവ സുരക്ഷയുള്ള ബഹുമാന്യയായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെത്തിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന മാധ്യമ വാർത്തകൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ മുമ്പിൽ മാധ്യമ വാർത്തകൾ മാത്രമാണുള്ളത്. അപ്പം അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പ്രതിപക്ഷ നേതാവ് അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒറ്റയടിക്ക് മലക്കം പറഞ്ഞ് SITയെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. അവർ ചെയ്യുന്നതിലൊന്നും ദുരൂഹതയില്ല, ബാക്കിയുള്ളതിലെല്ലാത്തിലും അവർ ദുരൂഹത ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ആരെങ്കിലും പോയി ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ ദുരൂഹതയൊന്നുമില്ല. പക്ഷേ ഈ കേസിലെ മുഖ്യപ്രതികൾ 2 പേർ കേരളത്തിലെ 2 പ്രമുഖ കോൺഗ്രസ് നേതാക്കളോടൊപ്പം പോയി കാണുകയാണ്. സോണിയാഗാന്ധിയെക്കുറിച്ച് ഞങ്ങളാരും ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇവർ 2 പേരും ആ കൂട്ടത്തിലുണ്ടല്ലോ.
ഇവർ രണ്ടുപേരും കൊണ്ടുപോയി എന്നല്ലേ ഇപ്പോൾ വ്യക്തമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് സോണിയാഗാന്ധിയെപ്പോലെ ഒരു VVIPയുടെ അതീവ സുരക്ഷയുള്ള വീട്ടിൽ കയറാൻ ഉള്ള സൗകര്യമൊരുക്കാൻ മാത്രം എന്ത് ബന്ധമാണ് UDF MP മാർക്ക് ഉള്ളത് എന്നതിലൊരു ദുരൂഹതയുമില്ലേ?